മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. CSI വൈദികൻ ഫാദർ സുധീർ ജോൺ വില്യംസ്, ഭാര്യ ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. വൈദികനെ ഉൾപ്പെടെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് റഹീം MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ബജ്റംഗ് ദൾ നൽകിയ പരാതിയിലാണ് ബനോഡ പോലീസ് ഫാദർ സുധീർ ജോൺ വില്യംസ്, ഭാര്യ ജാസ്മിൻ വില്യംസ് എന്നിവർ ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തത്. ക്രൈസ്തവ വിശ്വാസിയായ ഒരാളുടെ വീട്ടിൽ പിറന്നാൾ, ക്രിസ്മസ് പ്രാർത്ഥനകൾ നടക്കുന്നതിനിടെ 30ഓളം ബജ്റംഗ് ദൾ പ്രവർത്തകർ എത്തി സംഘർഷമുണ്ടാക്കുകയായിരുന്നു. അറസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിലെത്തിയ 4 പേർക്കെതിരെയും പ്രാർത്ഥനായോഗം നടന്ന വീടിന്റെ ഉടമയും ഭാര്യയുമടക്കം 13 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മതപരിവർത്തനം ഉൾപ്പെടെ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. നടപടിയെ CSI ബിഷപ്പ് കൗൺസിൽ ശക്തമായി അപലപിച്ചു. ആരാധനയ്ക്ക് പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിലാണ് മതപരിവർത്തനം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് CSI ബിഷപ്സ് കൗൺസിൽ ശക്തമായി അപലപിക്കുന്നു. ഗവൺമെന്റ് ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്യും. ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച് റഹീം MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഫാദർ സുധീറിനെയും കുടുംബത്തെയും ഉടൻ മോചിപ്പിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത്. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.